നമുക്കിന്നൊരു ബിരിയാണി റെഡിയാക്കാം. അതിനായി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ഇടുന്നത് സവാള വഴറ്റി വരുന്നത് എളുപ്പമാക്കും. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും തക്കാളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ മസാലയായി പെരിഞ്ജീരകവും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായി പാത്രത്തിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്കയും ഇട്ട് കഴുകി വെച്ച അരിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം തിളപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നാരങ്ങ നീരോ വിനാഗിരിയോ ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതാണ്, അതും ചേർത്ത് ഗരം മസാലയും ലേശം ചേർത്ത് അടച്ച് വെച്ച് ദമ്മിട്ടെടുക്കാം. ടേസ്റ്റിയായി ഈസിയായി റെഡിയാക്കാൻ പറ്റിയ ബിരിയാണി റെഡി.